സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്താ കുട്ടികളുടെ മാത്ത് എക്സാം കൂടുതൽ കട്ടിയാകണം എന്ന് അജ്മലിന് എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന്. അല്ല, മാത്ത് എക്സാം അല്ല, ഇൻ ജനറൽ എക്സാംസ് എന്നുള്ളത് കുറച്ച് കട്ടിയാവണം എന്നുള്ള ഒരു. എന്തുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ് ചെയ്യാൻ? അല്ല, എല്ലാരും കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവേണ്ട, അതിന് പോകേണ്ട ആൾക്കാരല്ലല്ലോ. അതുകൊണ്ടൊന്നല്ല. അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഇവിടെ എന്റെ മുമ്പിൽ ഒരു 50 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലുണ്ട് എന്ന് വിചാരിക്കാം. എന്നെ കൊണ്ട് ഇത് പൊക്കാൻ പറഞ്ഞാൽ എനിക്ക് പൊക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ അതിന് ട്രെയിൻഡ് അല്ല. നേരെ മറിച്ച് ഞാൻ പ്രോബ്ലി ഒരു 2 മാസം ജിമ്മിലൊക്കെ പോയി വന്നാൽ എനിക്കത് പൊക്കാൻ പറ്റുമായിരിക്കും, റൈറ്റ്? ബിക്കോസ് മൈ മസിൽസ് ആർ ട്രെയിൻ. ഇതേപോലെ തന്നെ ഒരു സർട്ടൻ ലെവൽ ഓഫ് ലേണിംഗ് കുട്ടികളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഒരു കോഗ്നിറ്റീവ് ലോഡ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ കോഗ്നിറ്റീവ് ലോഡ് കൊടുത്തില്ലെങ്കിൽ ലൈക്ക് മേ ബി നമ്മൾ കുട്ടികളെ ഇന്റലക്ച്വലി ഒബീസ് ആക്കുകയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ലൈക്ക് അവരാ വളർന്നു വരുന്ന പ്രായത്തിൽ അവരുടെ ബ്രെയിന് ഏറ്റവും എന്താ പറയുക, ബ്രെയിനിൽ ബേസിക്കലി ബ്രെയിനിന് ആ വർക്ക് നമ്മൾ കൊടുക്കുമ്പോഴേ എന്തേ ഉള്ളൂ, ബ്രെയിനിലെ ന്യൂറൽ പാത്വേസ് സ്ട്രെങ്തൻ ചെയ്യുള്ളൂ. അവർക്ക് പഠിക്കാനുള്ളൊരു കേപ്പബിലിറ്റി, എന്തും പഠിക്കാനല്ല, ഞാൻ സ്കൂളിലെ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പുതിയൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഷുഡ് ബി എന്താ പറയാ, വയർ ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യിച്ച് അതിനുള്ള ഒരു പ്രാക്ടീസ് അവരുടെ ബ്രെയിന് കൊടുക്കണം. ലോഡ് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് അവരുടെ ബ്രെയിനിന് കൊടുക്കണം. ഇത് അൾട്ടിമേറ്റ്ലി ഏറ്റവും മിനിമം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ എക്സാംസിൽ മാത്രമാണ്. അപ്പോൾ ആ എക്സാംസ് പോലും ഒരു ഈസി പാസ് ആണ് ഒരു സ്റ്റുഡന്റ് എന്നുണ്ടെങ്കിൽ അവൻ എവിടെ എന്തെണ്ട ആവശ്യമില്ല, അവന്റെ ബ്രെയിനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.